ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്ക് വലിക്കുന്ന വയറിനെ കുറിച്ചിട്ട് ഉള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ നോക്കുന്നത്. 1 സ്ക്വയർ, 1.5, 2.5, 6, 4 ഇതാണ് നമ്മൾ കോമൺലി ആയിട്ട് വലിക്കുന്ന വയറുകൾ. ഇതിപ്പോൾ ഓരോന്ന് തന്നെ കറക്റ്റായിട്ട് നമുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് പോയിന്റുകളാണ്. 2.5 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, 1.5 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, 1.5 മാർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ 1 സ്ക്വയർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പോയിന്റുകളെല്ലാം തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ വയറുകളെല്ലാം തന്നെ അതിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ MRP കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ കമ്പനി തന്നെ അതിൻ്റെ കൂടെ തന്നെ MRP കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അത് കൂടാതെ തന്നെ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഒരു ഫാനിലേക്കും ലൈറ്റിലേക്കൊക്കെ പോകുന്ന സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് 1 സ്ക്വയർ വയറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ സാധാരണ ഒരു നോർമൽ ലെവലിലുള്ള സർക്യൂട്ട് കാര്യങ്ങളൊക്കെ പ്ലഗിലേക്കൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഈ കാണുന്ന 1.5 ആണ് കൊടുക്കുന്നത്. 1.5ൻ്റെ വയറാണ് ഈ കാണുന്നത്. 1.5ൻ്റെ അത് മാത്രമല്ല അതിൻ്റെ ആ ഗേജും വ്യത്യാസം വരുന്നുണ്ട്. വയറിൻ്റെ ഗേജിനനുസരിച്ചിട്ടാണ് അതിൻ്റെ 1.5 സ്ക്വയർ 1 സ്ക്വയർ എന്ന രീതി വരുന്നത്. മെയിൻ സർക്യൂട്ടുകളെല്ലാം വലിക്കുന്നത് ഹീറ്ററിൻ്റെ സർക്യൂട്ട്, പിന്നെ AC സർക്യൂട്ട്, പിന്നെ അതുപോലെ തന്നെ അങ്ങനെ മെയിനായിട്ട് വരുന്ന പവർ സർക്യൂട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നത് വലിക്കുന്ന DBയിൽ നിന്ന് നമ്മുടെ പറയുന്ന പ്ലഗിലേക്ക് കാര്യങ്ങൾ കൊടുക്കുന്നത് 2.5ൻ്റെ വയറാണ് കൊടുക്കുന്നത്. പിന്നെ അടുത്ത് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് 1.5 ആണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ പച്ച സാധാരണ നമ്മൾ കൊടുക്കുന്നത് എർത്തായിട്ടാണ് സാധാരണ കൊടുക്കുന്നത്. ഇനി 3 ടൈപ്പ് വയർ തമ്മിലുള്ള നിങ്ങളെ ഒന്നിച്ച് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇത് 1.5ൻ്റെ വയർ, 1 സ്ക്വയറിൻ്റെ വയർ, ആ നീല കാണുന്ന 1 സ്ക്വയറിൻ്റെ വയർ, പിന്നെ തൊട്ടുപുറത്ത് കാണുന്ന പച്ച 1.5ൻ്റെ വയർ, ഇനി 2.5ൻ്റെ വയർ കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് നമ്മൾ കോമൺലി ഉപയോഗിക്കുന്നത്. 1.5 എന്ന് പറയുന്ന സമയത്ത് 1 സ്ക്വയർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആ നീല വയറാണ് 1 സ്ക്വയർ വയർ, പച്ച വയർ 1.5, റെഡ് വയർ വന്നിരിക്കുന്നത് 2.5. ഇങ്ങനെ നോർമൽ ലെവലിൽ നമ്മൾ 3 വയറുകളാണ് നമ്മൾ കോമൺലി ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ AC-ക്കൊക്കെ 4ൻ്റെ വയർ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഹീറ്ററിന് ചിലവർ നമുക്ക് നമ്മൾ ഇതുപോലെ തന്നെ AC-യുടെ വയറും അതുപോലെ തന്നെ 4ൻ്റെ വയർ ഉപയോഗിക്കണം നമ്മൾ കണ്ടിട്ടുണ്ട്. അതുമാത്രമല്ല പിന്നെ വരുന്നതെന്ന് വെച്ചാൽ മെയിനായിട്ട് വരുന്ന വയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 6ൻ്റെ വയർ, അതായത് നമ്മുടെ DBയിൽ നിന്നും നമ്മുടെ മീറ്റർ ബോക്സിലേക്ക് പോകുന്ന 6ൻ്റെ വയറാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോമൺലി ഉപയോഗിക്കുന്ന സമയത്ത് 1 സ്ക്വയർ, 1.5, 2.5, 4, പിന്നെ വരുന്നത് 6, ഇങ്ങനെയാണ് നമ്മൾ കോമൺലി ഉപയോഗിക്കുന്ന വയറുകൾ വരുന്നത്. പിന്നെ വരുന്നത് നമ്മൾ എർത്തിന് വേണ്ടി സെപ്പറേറ്റ് വരുന്ന ഗേജ് വരുന്നുണ്ട്. എർത്തിന് സെപ്പറേറ്റ് കോപ്പർ വയറുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. കോപ്പർ കമ്പികൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. 12ൻ്റെയും അതുപോലെ തന്നെ 10ൻ്റെയാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന എർത്ത് പൈപ്പ് വയറുകളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നമ്മുടെ വീട്ടിൽ വലിക്കുന്ന വയറിനെ കുറിച്ചിട്ട് ഏകദേശം നിങ്ങൾക്ക് ഏതൊക്കെയാണെന്നും എന്തിലേക്കൊക്കെ കൊടുക്കണമെന്ന് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so